ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. വേറെ ഒന്നല്ല, ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നാട്ടിലേക്ക് പോവുകയാണേ. ഈ അടുത്താണ് നാട്ടിൽ നിന്ന് വന്നത്. പിന്നെയും നാട്ടിലേക്ക് പോവുകയാണ്. വേറെ ഒന്നല്ല, ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഞാൻ എന്താ പറയുക, ഞങ്ങളില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ 2 ചേട്ടന്മാരുടെ അവർ സമ്മതിച്ചില്ല. അപ്പോൾ വലിയേട്ടൻ ടിക്കറ്റ് ഓഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ജാനിക്കുട്ടിയും ഹസ്ബൻഡും കൂട്ടിയിട്ട് ഇതേ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെയും നമുക്ക് ഫ്ലൈറ്റ് വെളുപ്പിന് 3 മണിക്കായിരുന്നു. പിന്നെ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിച്ചു. സംഭവം ഒരു പ്രാവശ്യം ഞങ്ങൾ അബുദാബിയിൽ നിന്ന് കഴിഞ്ഞ തവണ എന്തോ പോയപ്പോൾ എനിക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും പിടിച്ചില്ല. പക്ഷേ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഷാർജയിൽ വന്നത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ 3:30 വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ വെളുപ്പിന്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറയാം, ഇതൊക്കെ കഴിക്കാൻ വയറുള്ള ആൾക്കാർ വരണം. എന്നെപ്പോഴത്തെ ആൾക്കാർ വന്നാൽ കാര്യമില്ല. ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് രാവിലെ ആയതുകൊണ്ട് ഈ പറഞ്ഞ എഗ്ഗ്, പിന്നെ സാൻഡ്വിച്ച്, പിന്നെന്തുവാ, പിന്നെ പൊട്ടാറ്റോ വെച്ചിട്ടൊരു സംഭവം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഫുഡ് ഇടയ്ക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറിയായിരുന്നു കേട്ടോ. പിന്നെ ഈ വെളുപ്പിനോളത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എന്താ പറയുക, ചായപ്പൊട്ടി ഉറക്കത്തിൽ നിന്നാണ് ഈ പിടിച്ചു കൊണ്ടുവന്നത്. എന്തോ ഭാഗ്യം നമ്മൾ ടാക്സിക്കാണ് അവിടെ നിന്ന് വന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഉറങ്ങിയില്ല. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോവല്ലോ. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മണ്ണൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക പച്ചപ്പൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു എന്താ പറയുക സന്തോഷമായിരിക്കും കേട്ടോ. നമ്മുടെ എല്ലാവർക്കും അങ്ങനെ. ഈ ഒരു ടൈം അത് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ജാനിക്കുട്ടി വേഗം കിടന്ന് ഉറങ്ങി. ഞാൻ നല്ല ഉറക്കം തൂങ്ങി അവിടെ ഇരിക്കേണ്ടായിരുന്നു. ഉറങ്ങും എനിക്കും അങ്ങനെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോഴേക്കും നമ്മൾ എത്തി. പിന്നെ വേറൊരു കാര്യം, ഞാൻ വന്നത് എയർ ഇന്ത്യയിലായിരുന്നിട്ടാ. അത് എനിക്ക് എന്താ പറയുക, ഞാൻ അങ്ങനെ എയർ ഇന്ത്യ വന്നിട്ടില്ല. ഒരു രണ്ടാമത്തെ പ്രാവശ്യം തോന്നി ഞാൻ എയർ ഇന്ത്യ വന്നത്. അയ്യോ, എത്തണ വരെ അല്ലെങ്കിൽ ഞാൻ വ്ളോഗൊക്കെ അങ്ങോട്ട് മറക്കണതായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ വ്ളോഗൊന്നും എടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്തോ അതെന്താണെന്നറിയാൻ പോലെ എയർ ഇന്ത്യ വരുന്ന എനിക്ക് പ്രത്യേക പേടിയാണ്. അങ്ങനെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ടാക്സിക്ക് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുക ചെയ്തേട്ടാ. സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ടയർഡായി. ബാക്കിയുള്ള എന്താ പറയുക വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്ത നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ.